+1 സീറ്റ് കിട്ടാത്തതിൽ മനംനൊന്ത് പരപ്പനങ്ങാടിയിലെ ഹാദി റുഷ്ദ എന്ന വിദ്യാർത്ഥിനി മരിച്ചത് സ്ഥാപനവൽകൃത കൊലപാതകമാണെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജംഷീർ അബൂബക്കർ. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാറി മാറി ഭരിച്ച കേരളത്തിലെ ഇടത് വലത് സർക്കാരുകൾ മലപ്പുറത്തോടും മലബാറിനോടും തുടർന്നു പോന്നിട്ടുള്ള അവഗണനയുടെയും ഭീകരമായ വിവേചനത്തിന്റെയും ഇരയാണ് ഹാദി റുഷ്ദ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിനിയുടേത് കേവല മരണമല്ല, മലബാറിന്റെ അവകാശ പോരാട്ടത്തിലെ രക്തസാക്ഷിത്വം കൂടിയാണ്. വിദ്യാർത്ഥിനിയുടെ മരണത്തെ മാനസികാസ്വാസ്ഥ്യം മൂലമാണെന്ന് ചിത്രീകരിക്കാനുള്ള പ്രചരണങ്ങൾ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുരുദ്ദേശപരമാണ്. കുട്ടിയുടെ വീട്ടുകാരോടും സുഹൃത്തുക്കളോടും സംസാരിക്കുമ്പോൾ +1 രണ്ടാം അലോട്ട്മെന്റ് വന്നപ്പോൾ സീറ്റില്ലെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് കുട്ടിയുടെ മരണമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ കുടുംബത്തിന്റെ സ്വകാര്യത പരിഗണിച്ചാണ് കുടുംബം മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാത്തത്. ഇതിനെ അവസരമായി ഉപയോഗപ്പെടുത്തിയാണ് വ്യാജ പ്രചരണങ്ങൾ ചിലർ നടത്തുന്നത്. പൊതുസമൂഹം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സന്നദ്ധമാവണം. മലപ്പുറത്തോടും മലബാറിനോടും തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ ഈ വിവേചനങ്ങൾ അവസാനിക്കാതെ ഇത്തരം സംഭവങ്ങൾക്ക് അറുതി വരില്ല. അതുകൊണ്ട് തന്നെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ശക്തമായ സമരപോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തുമെന്നും ഇവർ പറഞ്ഞു. രാത്രി മുഴുവൻ മാസങ്ങളോളം ഉറക്കം പഠിച്ചതാണ്. 9 A+ഉം 1 Aയുമാണ് ഞാൻ നേടിയത്. 2 മാർക്കിലാണ് എൻ്റെ A+ നഷ്ടപ്പെട്ടത്. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സീറ്റ് കിട്ടാൻ എന്നാണ് ആ പെൺകുട്ടി. കാരണം 16 സ്കൂളിൽ ആ കുട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ പ്രശ്നം. ഏറ്റവും ഒടുവിൽ നമ്മളൊക്കെയും കണ്ടതാണ് പരപ്പനങ്ങാടിയിലെ ഒരു പെൺകുട്ടി ഇന്നലെ ആത്മഹത്യ ചെയ്യുകയാണ്. ഹാദി റുഷ്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആ കുട്ടിക്ക് 85% മാർക്ക് SSLCക്ക് ഉണ്ട്. 85% മാർക്ക് എന്ന് പറയുന്ന നല്ലൊരു മാർക്ക് ആ കുട്ടിക്കുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് എവിടെയും ഒരു അലോട്ട്മെന്റിലും ഒരു താൽക്കാലിക പ്രവേശനം പോലും കരസ്ഥമാക്കാൻ കഴിയില്ല. ആ കുട്ടിയുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും അഡ്മിഷൻ കിട്ടുന്നു. ആ പെൺകുട്ടിക്ക് മാനസികമായി താങ്ങാൻ കഴിയാതെ മരിക്കുന്ന ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സ്വന്തം അലോട്ട്മെന്റ് ആ കുട്ടി ചെക്ക് ചെയ്തിട്ടുള്ള ഇന്റർനെറ്റിൽ നിന്നുള്ള സോഴ്സിലുള്ള വിവരങ്ങളുണ്ട്. അതിൽ ആ മാനസികമായി തകർന്ന ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. കേരളത്തിലാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പറയാൻ ആഗ്രഹിക്കുന്നത് ഹാദി റുഷ്ദ എന്ന് പറയുന്ന ആ സഹോദരിയുടെ മരണത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ ഉപകരിക്കുന്ന വി ശിവൻകുട്ടിയുമാണ്. കുട്ടികളെ പൊരിവേലത്തിരുത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളോട് പുറംതിരിഞ്ഞുകൊണ്ട് അവരുടെ ഒരു യഥാർത്ഥ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാനോ അതിന് പരിഹരിക്കാനോ ശ്രമിക്കാതെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയോട് പുറംതിരിക്കുന്ന സർക്കാരാണ് കുട്ടിയുടെ മരണത്തിലെ ഒന്നാം പ്രതി എന്നാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെയും ദേശീയപാത ഉപരോധ സമരങ്ങൾ ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. മലബാർ കേന്ദ്രീകരിച്ച് വ്യത്യസ്തങ്ങളായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ പ്രശ്നം എത്തിയിരിക്കുകയാണ്. ഇനി കൂടുതൽ തീക്ഷ്ണമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ സംസ്ഥാന വ്യാപകമായി കേരളത്തിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബന്ദ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്കൂളുകളിലൊക്കെയും വ്യാപകമായി കൊണ്ട് വിദ്യാഭ്യാസ ബന്ധം എന്ന് പറയുന്നൊരു ശക്തമായ സമരത്തിലേക്ക് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രവേശിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജംഷീർ അബൂബക്കർ, ജനറൽ സെക്രട്ടറിമാരായ ബാസിത് താനൂർ, ഫായിസ് എലങ്കോട്, വൈസ് പ്രസിഡന്റ് VTS ഉമ്മർ തങ്ങൾ, സെക്രട്ടേറിയറ്റ് അംഗം റമീസ് ചാത്തല്ലൂർ എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ് മലപ്പുറം.